ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ ഒരു അമ്പലത്തിലെ കളിയാട്ടാണ്, പെരുങ്കളിയാട്ടാണ്. 28 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ്. അപ്പോൾ ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ പോവുകയെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഏകദേശം ഒരു 39-40 തെയ്യം ഉണ്ടെന്നാണ് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ കാണാം. ഇന്നാണ് തുടങ്ങുന്നത്. ഇന്ന് 25 ഫെബ്രുവരി 25 തൊട്ട് മാർച്ച് 3 വരെയാണ് കളിയാട്ടം നടക്കുന്നത്. പിന്നെ രാവിലെ 9:30-ക്ക് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് പയ്യന്നൂർ. അവിടുന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെയാണ് കളിയാട്ടം തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പയ്യന്നൂർ അമ്പലത്തിലോട്ട് പോവുകയാണ്, ദീപവും തിരിയും കൊണ്ടുവരുന്ന ആ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളിന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇരുന്ന് കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പയ്യന്നൂർ അമ്പലത്തിൽ നിന്നാണ് ദീപുതിരി കൊണ്ടുവരിക. ഇവിടെ 9:30-ക്ക് എത്തുന്നാ പറഞ്ഞത്, പക്ഷെ എത്തിയിട്ടില്ല. നമ്മള് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാന്ന് ആ ചടങ്ങ് എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോ ഏകദേശം പയ്യന്നൂര് BK ജംഗ്ഷന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പയ്യന്നൂർ അമ്പലത്തിന്റെ റോഡിലേക്ക് കയറാൻ പോയെന്ന്. നേരെ പോകുന്നത് പയ്യന്നൂർ അമ്പലത്തിലേക്കാണ്. അപ്പൊ ഫ്രണ്ട്സ്, കുറെ ആൾക്കാർ പോകുന്നുണ്ട് നിങ്ങളെ മുന്നില്. ഇത് പയ്യന്നൂർ അമ്പലത്തിലേക്ക് ദീപവും തിരിയും കൊണ്ടുവരാൻ പോകുന്ന ആൾക്കാരാണ്. കുറെ ബാല്യക്കാരും ആൾക്കാരൊക്കെ ഉണ്ട് മുമ്പില്. അപ്പൊ നമുക്ക് അവരെ ഫോളോ ചെയ്ത് പോകാം. നമ്മൾ എത്തിയത് കറക്റ്റ് ടൈമാണ് ഗൈസ്. എൻ്റെ ചെണ്ടേൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുന്നോട്ട് എത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കാന്ന് വെച്ചാൽ നമ്മളെ മുന്നിലൊരു കാറുണ്ട്. അപ്പൊ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് അങ്ങെത്തിയിട്ട് വണ്ടി ഏതെങ്കിലും സൈഡാക്കിയിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ദീപുതിരി കൊണ്ടുവരാൻ പോകുന്ന ആൾക്കാര്. നമ്മളങ്ങനെ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ പയ്യന്നൂർ അമ്പലത്തിന്റെ അടുത്ത് എത്താനായി. അങ്ങ് കാണുന്നതാണ് പയ്യന്നൂർ അമ്പലത്തിന്റെ അങ്ങ് കാണുന്നതാണ് പയ്യന്നൂർ അമ്പലം. ഇവിടെല്ലാം ബ്ലോക്കാണ്, അതുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് എത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ടും കാണണം. എന്താ വെച്ചാൽ ഇതിന്റെ ഫുൾ വീഡിയോ ഇതിന്റെ പുറകെ വരും. നമ്മളിവിടെ ഫ്രണ്ടിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, എന്നാല് മുഴുവനായിട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാമല്ലോ. ഇതാ ഗൈസ്, ഇതാണ് ദീപുതിരി ഏറ്റി പോകുന്ന വീഡിയോ. ഇതാണ് ദീപുതിരി ഏറ്റി പോകുന്നത്. ഇത് ഫ്രണ്ടിലെത്തുമ്പോഴൊക്കെ നമ്മളെത്തുമ്പോഴൊക്കെ അതൊന്ന് മൂവ് ചെയ്തു. നമുക്ക് പകുതിക്കുന്ന ഇപ്പൊ കിട്ടിയുള്ളത്. ഇതാണ് പയ്യന്നൂർ അമ്പലത്തിന്റെ ബാക്ക് വശമാണ്. മുമ്പ് വശം ഫ്രണ്ട് അപ്പറാണ്. നമ്മളപ്പോ അമ്പലത്തിന് മുന്നത്തെ വശത്ത് എത്തിയിട്ടുണ്ട്. അവരിങ്ങനെ അമ്പലത്തെ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പൊ ഇങ്ങോട്ട് മാക്സിമം കളിയാട്ടത്തിന്റെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും, പറ്റാവുന്നത്ര വീഡിയോസ്. അപ്പൊ എല്ലാരും കാണണം. ഫുൾ നല്ല ആളുണ്ടല്ലേ, നല്ല തിരക്കുണ്ട്, നല്ല ആളുണ്ട്.
ഇതിലെടുക്കായിരുന്നു അല്ലേ? പാട്ടുകഴകം എൻട്രൻസ് ഇതാണ്. ഇന്ന് മുതൽ 3-ാം തീയതി വരെ ഒരു ഉത്സവമാണ്. എല്ലാവർക്കും സുസ്വാഗതം കാപ്പാട്ടുകഴകത്തിലേക്ക്. അപ്പോൾ ഇതാണ് കാപ്പാട്ടുകഴകം അമ്പലം. അമ്പലത്തിലെ എൻട്രൻസ് ആണ് പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം. അപ്പോൾ നമുക്ക് എൻട്രൻസിലേക്കൊന്ന് വെള്ളം കുടിക്കണം അല്ലേ? ഒന്ന് അവിടെ വീഡിയോ കാണിച്ചിട്ട് തരട്ടെ, ഒന്ന് കാണിച്ചിട്ട് വന്നാലോ? അല്ലെ പിന്നെ എടുത്ത് ഇറക്കാം. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് കയറാം. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം തെയ്യങ്കളിയാണ്. ഇതൊക്കെയാണ് ഈ അമ്പലത്തിലെ തെയ്യങ്ങളുടെ ഫോട്ടോ. പേരറിയാം. ഇത് ഫസ്റ്റുള്ളത് പുതിയ പറമ്പൻ ദൈവം, രണ്ടാമത്തെ പുള്ളി ഭഗവതി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, പിന്നെ പുതിയ ഭഗവതി, മാഞ്ഞാളമ്മ, ഒരാളെ അപ്പുറത്ത് ബ്ലോക്കാണ്. ഒക്കെ അടുത്തത് പാടാർ കുളങ്ങര ഭഗവതി. ഇതാണ് പാടാർ കുളങ്ങര ഭഗവതി. അടുത്തത് ചങ്ങാലി ഭഗവതി. ഇതാണ് ചങ്ങാലി ഭഗവതി. അടുത്തത് കന്നിക്കുരുമകൻ. കന്നിക്കുരുമകൻ ദൈവം. കന്നിക്കുരുമകൻ ദൈവം. അടുത്തത് രക്തജാതൻ. ഇതാണ് രക്തജാതൻ. ക്ഷേത്രപാലൻ. അടുത്ത ക്ഷേത്രപാലൻ. ഫോട്ടോ വെക്കണം. പ്രകേശതാണ്. ഇത് കൈക്കോളൻ. ഇതിൽ ഒട്ടുമിക്കതും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന തെയ്യങ്ങളെ പേരാണ് ഗൈസ്. ഇത് കൈക്കോളൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇത് കരിയാത്തൻ. കരിയാത്തൻ തെയ്യം. ഇത് കുടിവീരൻ തെയ്യം. കുടിവീരൻ തെയ്യം. കരിവേടൻ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന തെയ്യങ്ങളാണ്. നിങ്ങളും ആയിരിക്കും അല്ലേ ആദ്യമായിട്ട് കേൾക്കുന്ന തെയ്യങ്ങളെ പേരാണ് ഇതെല്ലാം. അടുത്ത തെയ്യത്തിൻ്റെ പേര് ബപ്പിരിയൻ. ബപ്പിരിയൻ തെയ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടൊന്നുമില്ല. അടുത്തത് പേരെന്താണ്? ഇത് പുളിയനാണ്. പേരറിയണ്ട, കാരണം നമുക്കറിയാം ഇത് പുളിയൻ. നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ. അതാണ് പുളിയൻ ദൈവം. നാഗക്കനിയുടെ ഫോട്ടോ വെക്കണത്ര അവർ. അടുത്തത് ഇതിൻ്റെ ഒരു നാഗരാജാവ്. ഇതാണ് നാഗരാജാവ്. ഇത് കോലാച്ചൻ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടില്ല, വെക്കണത്ര. ഇത് ഗുളികൻ. കണ്ടല്ലോ അവിടെ ഗുളികൻ നമ്മൾ തൊട്ടുമുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അഞ്ചണങ്ങും ഭൂതം. ആ ദൈവത്തിൻ്റെ ഫോട്ടോ അവർ വെച്ചിട്ടില്ല. അടുത്തത് വെളുത്ത ഭൂതം. ഇതാണ് വെളുത്ത ഭൂതം. അടുത്തത് ഇത് ഏത് തെയ്യം?
പുലമാരുതൻ പുലപ്പൊട്ടൻ പുലച്ചാമുണ്ടി കോലത്തിന്മേൽ കോലം. ഇത് കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കണം. കുഞ്ഞാറക്കുറത്തി, കുഞ്ഞാറക്കുറത്തി. ലാസ്റ്റ് കുണ്ടോർ ചാമുണ്ടി. കുണ്ടോർ ചാമുണ്ടി നമ്മൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. കുണ്ടോർ ചാമുണ്ടി. ഇത്ര തെയ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് മുതൽ ഇത്രയും തെയ്യങ്ങൾ ഇവിടെ 3-ാം തീയതി വരെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വരാം. ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു അനുഭവമായിരിക്കും ഈ തെയ്യക്കോലങ്ങൾ. ഇത്രയും തെയ്യങ്ങളാണ് കാപ്പാട്ടമ്പലത്തിൽ ഉള്ളത്. അപ്പം നമുക്കിനി എൻട്രൻസിലേക്ക് പോവാം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അമ്പലത്തിന് ദീപവും തിരിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കാപ്പാട്ടമ്പലം, കാപ്പാട്ട് കഴകം. ദീപത്തിരിയും കൊണ്ട് കാണാനാണ് ഈ ആൾക്കാരെ ഇവിടെ കാത്തിക്കുന്നത്. വലിയ അമ്പലമാണ്, ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. നല്ല നീളത്തിലുണ്ട് അല്ലേ? ആൾക്കാർ നേരത്തെ വന്ന് കാത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് വൈകിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിലെയാന്ന് തോന്നല്ലേ വരല്ലേ? ഇതിലെയാന്ന് തോന്നുന്നു വരുന്നത് ഗൈസ്. ഇപ്പം ആൾക്കാർ ഇവിടെ കാത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈഗ വരലെന്ന്. കണ്ടോ ആൾക്കാരെല്ലാം റെഡി ആയിട്ട്. ആ അപ്പം ഈ എവിടത്തേക്ക് വരേണ്ട റൂട്ട് ഏത്? അപ്പുറത്തൊരു വയ്യുണ്ട്, ചേരഞ്ഞ ഇതിലെയാണ് വരുന്നത്. നമ്മൾ അതിലേ വരുന്നതെന്ന് വിചാരിച്ചതല്ല. അപ്പം മനസ്സിലായി ഇത് അതിലേ വരുന്നത്. കാരണം ഇവിടെ നല്ല അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വലിയ സ്വീകരിക്കാൻ വെയിറ്റിംഗ് ആണ്. കാപ്പാട്ട് കഴകം. അപ്പോൾ ദീപുന്തിരി എടുത്തോടിച്ച് വരവ് വന്നു. ദീപുന്തിരിയും വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. അധികം ടൈം കിട്ടില്ല ഇതിന്.
എല്ലാത്തിനും
ഇല്ലാതെ